നമുക്കേ നല്ല നാടൻ മോരുകറി ഉണ്ടാക്കിയാലോ? എന്നാ ബാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് തൈരാണ് എടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ആ തൈര് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അടിച്ചു കൊടുത്താൽ നന്നായിരിക്കും. അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് വലിയുള്ളി ചോപ്പ് ചെയ്യാം. വലിയുള്ളി ചോപ്പ് ചെയ്തതിന് ശേഷം വെളുത്തുള്ളി ചോപ്പ് ചെയ്യാം. വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയുള്ളി നമുക്ക് ചോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടിച്ചെടുത്ത മോര് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ആക്കണം. അതങ്ങൾ മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടണം, ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടണം. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ അരച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് അതിന് ശേഷം നമ്മൾ ഇത്ര സാധനങ്ങളാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിച്ചെടുത്ത മോര് ആ പാനിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. വളരെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. സോ അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു കളർ വന്നതിന് ശേഷം നമ്മൾ തേങ്ങ ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് ഉലുവ ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വറമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യുന്നു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം വെളുത്തുള്ളി നമ്മൾ ആഡ് ചെയ്യാം. വെളുത്തുള്ളി ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് വലിയുള്ളി ആഡ് ചെയ്യാം. അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അത് വഴറ്റിയെടുക്കാം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നന്നായി ഒന്ന് വഴണ്ട് കിട്ടും. ഒരു കളറ് വരും, ഒരു ബ്രൗണിഷ് കളർ വരും. സോ അത് അങ്ങനെ ആവണ വരെ നമ്മളത് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഈ വഴറ്റി എടുത്തതിലേക്ക് നമുക്ക് ആ മോര് ഒന്ന് ആഡ് ചെയ്തിട്ട് അത് തിരിച്ച് അതിലോട്ട് ഒഴിക്കണം. അപ്പോൾ ഒരു മണം വരും കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ മോരുകറിൻ്റെ നാടൻ മോരുകറിൻ്റെ റെസിപ്പി നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് പറയണം. ഓക്കെ, ബൈ.